ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. പിന്നെ സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിന് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഹാൻഡിൽ ഭയങ്കര വെട്ടൽ, അതുപോലെ ഒരു റണ്ണിങ്ങിൽ ഒരു സൗണ്ട് വ്യത്യാസം, വേരിയേഷൻ, സൈലൻസറിൻ്റെ ഭാഗത്തിന് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ആക്സിലേറ്റർ കേബിൾ ഭയങ്കര ടൈറ്റ് ഇതാണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ബ്രേക്ക് നമുക്കൊന്ന് അടിച്ച് ഗ്രീസ് ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ ഫോട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, ബോസ് ഡ്രൈവ് യൂണിറ്റും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൽറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് നമുക്ക് അതിന് ഉപയോഗിച്ച് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ എയർ ഫിൽറ്റർ നമുക്കത് മാറ്റാറായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് എയർ ഫിൽറ്റർ. അപ്പോൾ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിടണം. അതുപോലെ എയർ ഫിൽറ്റർ മാറ്റണ കൂടുതൽ തന്നെ അതിൻ്റെ പ്ലഗ് കൂടി ഒന്ന് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാം. എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. എയർ ഫിൽറ്ററും പ്ലഗും ഒന്ന് മാറ്റണം. പിന്നെ നമുക്കത് എഞ്ചിൻ ഓയിൽ നമുക്കത് മാറ്റാറായിട്ട് കേട്ടോ. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്പം ലെവൽ കുറവുണ്ടായിരുന്നു, മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ഒന്ന് മാറ്റുന്നുണ്ട്. ഞാൻ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാൽ പോലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടെന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.7 മാക്സിമം വോൾട്ട് ഉണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാറ്ററി നല്ല ബാറ്ററിയാണ്. പിന്നെ അതിൻ്റെ ആക്സിലേറ്റർ കേബിളൊരു കംപ്ലയിൻറ്റ് പറഞ്ഞതാണ്. ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റാണ്. അത് കേബിൾ മാറ്റണം. 2 കേബിളാണ് വരിക. അപ്പോൾ കേബിൾ മാറ്റി കഴിഞ്ഞാലാണ് അത് റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ കേബിൾ മാറ്റണമെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് അഴിക്കണം. അതിൻ്റെ ഫ്ലോറൊക്കെ ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം മാറ്റണമെങ്കിൽ. ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ ഫ്ലോർ കൂടെ ലോക്ക് ചെയ്തിട്ടാണ് ഈ കേബിൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് അഴിച്ച് കഴിഞ്ഞാലാണ് നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സൗണ്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സൗണ്ട്, അത് സൈലൻസർ പൊട്ടിപ്പോയൊരു സൗണ്ടാണ് കേട്ടോ. ഈ ഭാഗത്ത് കണ്ടോ, ഇവിടെ ഈ ഭാഗത്ത് ഈ ഭാഗമാണ് പൊട്ടിപ്പോയി, സൈലൻസർ പൊട്ടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് വണ്ടിയെപ്പാടി കൊണ്ടുപോയിട്ട് ആദ്യം സൈലൻസറിൻ്റെ ഇവിടെ ഈ ഭാഗം വെൽഡ് ചെയ്തിട്ട് വേണം സൈലൻസർ അഴിച്ചെടുത്തിട്ട് എന്നിട്ട് വേണം ഫുള്ളായിട്ട് വെൽഡ് ചെയ്യാൻ. ആദ്യം ഈ കുറച്ച് 2 സ്പോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈലൻസർ പുറത്തോട്ട് അഴിച്ചെടുത്തിട്ട് വേണം ഫുള്ളായിട്ടൊന്ന് വെൽഡ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ അഴിച്ച് കൊണ്ടുപോയി വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോവും. അത് ഫുള്ളായിട്ട് വട്ടം പൊട്ടിപ്പോയിരിക്കുകയാണ്. എന്നാലാണ് അത് വെൽഡ് ചെയ്ത് കഴിഞ്ഞാലാണ് സൗണ്ടും കൂടി മാറുള്ളൂ. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫ്രണ്ട് വീലും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. ഞാൻ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് വീൽ അയക്കാത്തത്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബാരിങ് കംപ്ലയിൻ്റ് ഉണ്ട്. ആ ബാരിങ് കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാം. പിന്നെ റണ്ണിങ്ങിൽ വണ്ടി നല്ല രീതിയിൽ സൈഡ് വീലും ഉണ്ടാകണം. അതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ ഫോർക്ക് ബെൻഡാണ്. ഫോർക്ക് ബെൻഡുണ്ട്. ഈ ഒരു യൂണിറ്റാണ് അത്. ആ ഒരു യൂണിറ്റ് ബെൻഡാണ്. അത് മാറ്റിക്കഴിഞ്ഞാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ വെട്ടലാണ് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. നല്ല രീതിയിൽ സൈഡ് വീലും ഒക്കെ കാണിക്കുന്നുണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ ഈ ബോഡി കൂടെ ബെൻഡായിട്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, ഇതൊക്കെ മാറ്റിക്കളയാനേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ, എയർ ഫിൽറ്റർ, പ്ലഗ്, എഞ്ചിൻ ഓയിൽ, അതുപോലെ സൈലൻസർ വെൽഡ് ചെയ്യണതിൻ്റെ ഇത്, പിന്നെ ഫോർക്ക് അസംബ്ലി നോക്കിയിട്ട് അതും കൂടി ഉൾപ്പെടുത്താം എസ്റ്റിമേറ്റിൽ. നോക്കിയിട്ട് ഏത് രീതിയിൽ ചെയ്ത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ.